ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ മോഡൽ എക്സാമാണ് കേട്ടോ. പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നമ്മുടെ ക്ലാസ് ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, അതിൽ കാണുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എക്സാം തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഫസ്റ്റ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആൻസർ വരിക എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ടൈമാണ്. പിന്നെ എല്ലാ 5 ക്വസ്റ്റ്യൻസിനും നിർബന്ധമായിട്ടും ആൻസർ എഴുതിയിരിക്കണം. പിന്നെ ആക്ടിവിറ്റിയിൽ 2 ആക്ടിവിറ്റീസിന് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ A അല്ലെങ്കിൽ B മാത്രം എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. Activity 1. Let's draw and find. Meera and her friends came to watch the competitions. Many competitions are available for children. First item is drawing pictures and they reached there. See what was written here. മീരയും അവളുടെ ഫ്രണ്ട്സും കൂടെ ഒരു കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ നിരവധി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യത്തേത് ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണ്. അവിടെ എന്താണ്, കം ഓൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിക്ചർ വരയ്ക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എങ്ങനത്തെ പിക്ചറാണ് വരയ്ക്കേണ്ടത്? ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കിളും റെക്റ്റാങ്കിളും ഉപയോഗിച്ചുള്ള പിക്ചറാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരാം, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കൾ സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ എല്ലാം കൂടെ വരുന്ന പിക്ചറൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക കേട്ടോ, ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അതിൽ തന്നെ B ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദെയർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ച ഈ പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഏത് പിക്ചറാണോ വരയ്ക്കുന്നത് അതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ഇതിലുള്ള ക്വസ്റ്റ്യൻ C. പുട്ട് എ ക്രോസ് മാർക്ക് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിളിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമുക്ക് താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ റെക്റ്റാങ്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതിന് ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്, തെറ്റടയാളം ഇടാൻ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് നോക്കൂ. ഹാവ് 4 സൈഡ്സ്. ഒരു റെക്റ്റാങ്കിൾ 4 സൈഡ്സ് ഉണ്ടായിരിക്കും, 4 സൈഡ്സ് ഉണ്ടായിരിക്കും, അത് കറക്റ്റാണ്. 2. ഹാവ് 4 കോർണേഴ്സ്. ഒരു റെക്റ്റാങ്കിളിന് 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും, അതും കറക്റ്റാണ്. 3. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. അത് റോങ് ആണ് അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 2 സൈഡിന് ഓപ്പോസിറ്റ് സൈഡ്സിന് സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, അത് ശരിയാണ്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. Question D. Here is a picture drawn by Veena. How many rectangles are there in it? വീണ റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ച് വരച്ചൊരു പിക്ചർ താഴെ തന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കണേ. ആദ്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഈ ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ഒരു റെക്റ്റാങ്കിൾ, പിന്നെ അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു റെക്റ്റാങ്കിൾ, പിന്നെ ഈ റെക്റ്റാങ്കിൾ, അവസാനമായിട്ട് വലിയൊരു റെക്റ്റാങ്കിളും. നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് 5 ആണ്. Activity 2 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ A ക്വസ്റ്റ്യൻ, കം വിൻ എ പ്രൈസ്. സം ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ എക്സിബിഷൻ കൗണ്ടർ. ഇഫ് യു റൈറ്റ് ദ നമ്പേഴ്സ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് യു വിൽ ഗെറ്റ് എ പ്രൈസ്. അപ്പോൾ എന്താണ്, ഇവർ എക്സിബിഷൻ കൗണ്ടറിൽ മറ്റൊരു കൗണ്ടറിലേക്ക് പോയപ്പോൾ അവിടെ മറ്റൊരു കോമ്പറ്റീഷൻ എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഹിൻസിലുള്ള നമ്പർ ഏതാണോ അത് എഴുതുകയാണെങ്കിൽ പ്രൈസ് കിട്ടുമെന്നാണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീ ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ബൈ മീര, ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. മീരയ്ക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ആ നമ്പർ ഏതാണോ അത് ആ നമ്പർ സ്ട്രിപ്പിൽ എഴുതി കൊടുക്കണം. സോ മീരയ്ക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ് നോക്കൂ. 300s, 810s, 5000s, 51s. അപ്പോൾ ഇത് ഡിസോർഡർ ആയിട്ടാണല്ലേ മക്കളെ നമ്പർ വന്നിട്ടുള്ളത്. അതായത് 100s ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് വരേണ്ട നമ്പർ 4 ഡിജിറ്റ് നമ്പറാണ്, 5000 ആണല്ലേ. അപ്പോൾ 1000 വരുന്നത് 5000 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ എങ്ങനെ വരുമെന്ന് നോക്കാം. 5000s എന്ന് പറയുമ്പോൾ 5000, 300s എന്ന് പറയുമ്പോൾ 300, 810s എന്ന് പറയുമ്പോൾ 80, 4 ones എന്ന് പറയുമ്പോൾ 4. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5384 എന്നാണ് നമ്പർ വരുന്നത്. രണ്ടാമതായി തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്പ് നോക്കൂ. 4000s, 310s ജോയിൻ ടു ഫോം. അപ്പോൾ 4000സും 310സും ചേരണം. 4000s എന്ന് പറയുമ്പോൾ 4000, 310s എന്ന് പറയുമ്പോൾ 30. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ 4030 എന്നാണ് വരുന്നത്. നെക്സ്റ്റ് നമ്പർ നോക്കൂ.
The number with 25 hundreds, 8 tens and 4 ones. 25 hundreds എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് 25ന് ശേഷം 2 സീറോ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 2500. പിന്നെ 8 ടെൻസ് എന്ന് പറയുമ്പോൾ 80, 4 ones എന്ന് പറയുമ്പോൾ 4. സോ ആൻസർ എന്ത് വരും? മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2584 എന്നാണ് വരുന്നത്. അതാണ് ആ നമ്പർ. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കൂ. 1 ലെസ് ദ സ്മോൾ 4 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിനെക്കാട്ടിലും ഒന്ന് കുറവ്. നമുക്കറിയാം സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. 1000നെക്കാട്ടിലും ഒന്ന് കുറവ് എന്ന് പറയുമ്പോൾ 1000 മൈനസ് 1, 999 ആണ് ആ നമ്പർ വരിക. 999നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 9 hundreds, അതായത് 900, 9 tens 90 പ്ലസ് 9 ones 9 എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കാവുന്നതാണ് സ്ട്രിപ്പിൽ. ഇതിലെ ക്വസ്റ്റ്യൻ ബി, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് 2160. 2160യെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ, 2000s and 6 tens. 2000s 6 tens എന്ന് പറയുമ്പോൾ 2000 പ്ലസ് 6 tens 60. 2060 ആണ് നമ്പർ. ബി, 2000s and 60 tens, അതായത് 2000 പ്ലസ് 600. 60 tens എന്ന് പറയുമ്പോൾ 600. ആൻസർ 2600 ആണ് വരിക. നെക്സ്റ്റ് 2000s and 16 tens, അതായത് 16 tens എന്ന് പറയുമ്പോൾ 160 ആണ്. 16ലേക്ക് ഒരു സീറോ ഇട്ട് കൊടുത്താൽ മതി. സോ ആൻസർ 2160 വരും. അപ്പോൾ അതാണ് കേട്ടോ ആൻസർ വരിക. നമുക്ക് ഡി കൂടെ നോക്കാം. 2000s and 1600s, അതായത് 2000 പ്ലസ് 1600. 16ലേക്ക് 2 സീറോ കൂടെ ഇട്ട് കൊടുക്കണം അല്ലേ. ആൻസർ 3600 എന്ന് വരും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആക്ടിവിറ്റി 2ലെ ബി ക്വസ്റ്റ്യൻ, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. സി ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോട്ട്. സാന്ദ്ര കിട്ടിയ നമ്പർ കാർഡ് നോക്കൂ. 6475 ആണല്ലേ നമ്പർ കാർഡിലുള്ളത്. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്സ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്ര. നമുക്ക് താഴെ കുറച്ച് നമ്പർ സ്ട്രിപ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഏത് നമ്പർ സ്ട്രിപ്പുകളെയാണ് സാന്ദ്രയ്ക്ക് കിട്ടിയ നമ്പർ റെഡിയാക്കുക, അതായത് ആ നമ്പർ ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ 6475 എത്ര 1000ഉം 100ഉം 10സും 1സും ഉണ്ടെന്ന് നോക്കിയാൽ മതി. 6000സും 400സും 7 10സും 5 1സും ഉണ്ട്. അതായത് ആ നമ്പേഴ്സിന് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുക, അവിടെ മുകളിൽ എഴുതി കൊടുക്കുകയും ചെയ്യുക. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്സ്. നമുക്ക് തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലുള്ള ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ അല്ല ചോദിച്ചിട്ടുള്ളത്, എഴുതാൻ പറ്റുന്ന ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള സ്ട്രിപ്പുകളിലുള്ള ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏത്, ഏറ്റവും ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏത്, ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏത്, ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ ഏത്, ഇത് നാലും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നാലും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ തന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9000 ആണ്. പിന്നെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുതുള്ളത് 800 ആണ്. പിന്നെ തന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ 90. പിന്നെ അതുപോലെ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 456 ആണ് ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഇത് നാലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ 9896 കിട്ടും. അപ്പോൾ ഈ നമ്പറാണ് നമുക്ക് ഈ സ്ട്രിപ്സ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിലുള്ള സി ക്വസ്റ്റ്യൻ, ടേക്ക് എ ബീഡ് ഫ്രം ദ തൗസൻഡ്സ് പ്ലേസ് ഓൺ ദ അബാക്കസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടെൻസ് പ്ലേസ് വിച്ച് ഈസ് ദ നമ്പർ ഗോട്ട് നൗ. നമുക്കിവിടെ ഒരു അബാക്കസ് തന്നിട്ടുണ്ട്. ആ അബാക്കസിൽ തന്നിട്ടുള്ള നമ്പർ എത്രയാണ്? 4000 ആണ് അല്ലേ. 1000ൻ്റെ പ്ലേസിൽ 4 ബീഡ്സ് ഉണ്ട്, അപ്പോൾ 4000 ആണ്. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് 1000ൻ്റെ പ്ലേസിൽ ഒരു ബീഡ് എടുത്തിട്ട് 10സിൻ്റെ പ്ലേസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ 4 ഉള്ളിടത്ത് 3 ആവും, 10സിൻ്റെ പ്ലേസിൽ 0 ഉള്ളിടത്ത് 1 ആവും. സോ ദ നമ്പർ ഈസ് 3010 എന്നാണ് നമ്പർ വരിക. അതിലെ ഡി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. നമുക്ക് കിട്ടിയ ഫസ്റ്റ് നമ്പറും ഇപ്പോൾ കിട്ടിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നിട്ടുള്ള അബാക്കസിലെ നമ്പർ 4000 ആയിരുന്നു, ഇപ്പോൾ കിട്ടിയ നമ്പർ 3010 ആണ്. സോ രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടും. 990 ആണ് ഡിഫറൻസ് വരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ ഇ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 5083. താഴെ തന്നിട്ടുള്ള 4 നമ്പേഴ്സിൽ 5083 എന്ന് പറയുന്ന നമ്പർ ഏതാണോ അത് ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്ന നമ്പേഴ്സ് നോക്കൂ. ആദ്യത്തേത് 5803, 5830, 5083, 5038. സോ സി ആണ് ആൻസർ വരുന്നത്. ആക്ടിവിറ്റി 3, ഹൗ മെനി ചിൽഡ്രൻ ആർ ലൈൻഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ ആൻ എക്സിബിഷൻ.
മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. അപ്പോൾ കുട്ടികൾ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ്. മീരയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 13th ആണ്. അതായത് മുന്നിൽ നിന്നെണ്ണുമ്പോഴും പുറകിൽ നിന്നെണ്ണുമ്പോഴും മീര വരുന്നത് 13ാമതായിട്ടാണ് മീര വരുന്നത്. സോ ക്വസ്റ്റ്യൻ എ, ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ എളുപ്പമല്ലേ? ആദ്യം നമ്മൾ 13 വരെ നമ്മൾ കൗണ്ട് ചെയ്യുക. 13 വരെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 13th മീര വന്നു. പിന്നെ മീരയ്ക്ക് ശേഷം 12 കുട്ടികളെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? 13 വരെ മീര വന്നു. പിന്നെ 13 കൂട്ടണ്ടല്ലോ, മീരയെ കൂട്ടാതെ 12 സ്റ്റുഡൻസ് അടുത്ത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 13 + 12 ഇസ് ഈക്വൽ ടു 25 കുട്ടികളാണ്, 25 ചിൽഡ്രൻ ആണ് ആ ലൈനിൽ ആകെ ഉള്ളത്. ക്വസ്റ്റ്യൻ ബി, മിത്ര സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ got the ticket of number of 2789. What will be the ticket number of Sandra standing at the end? അപ്പോൾ ലൈനിൻ്റെ ഫസ്റ്റ് നിൽക്കുന്നത് മിത്രയാണ്. മിത്രയ്ക്ക് കിട്ടിയിട്ടുള്ള ടിക്കറ്റ് നമ്പർ 2789 ആണ്. അങ്ങനെയെങ്കിൽ ലൈനിൻ്റെ ലാസ്റ്റ് നിൽക്കുന്ന സാന്ദ്രയുടെ നമ്പർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മീരയുടെ നമ്പർ ആഡ് ചെയ്യാൻ, മീരയുടെ നമ്പർ 2789 ആണ്. അപ്പോൾ മീരയെ കൂട്ടാതെ സാന്ദ്രയുടെയിലേക്ക് ബാക്കി 24 സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ ഉണ്ടാവുക. 25th ആരാണ്? 25 വരുന്ന ആൾ മീരയാണ്. അപ്പോൾ 24 കുട്ടികളാണ് ബാക്കി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2789ലേക്ക് 24 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 2789 മുതൽ 25 നമ്പേഴ്സ് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അപ്പോഴും ആൻസർ 2813 എന്നാണ് കിട്ടുക. ക്വസ്റ്റ്യൻ സി, tickets cost is 2500 rupees. They have 500 rupee notes in hand. How many notes they should pay? ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 2500 rupees ആണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു? 500 rupee നോട്ടിൻ്റെ 500 rupee നോട്ട്സ് ആണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ എത്ര 500 rupee നോട്ട്സ് കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര 500 ആഡ് ചെയ്താലാണ് 2500 ആവുക എന്ന് നോക്കിയാൽ പോരെ? ഒരു 500ലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആയി. 1000ലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1500 ആയി. 1500ലേക്ക് ഒരു 500 കൂടെ കൊടുക്കുമ്പോൾ 2000 ആയി. ഈ 2000ലേക്ക് ഒരു 500 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2500 ആയി. സോ ആകെ എത്ര 500 ആഡ് ചെയ്തു നമ്മൾ? 5 500s ആഡ് ചെയ്തു. സോ അവർ 500 rupee നോട്ട്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇതിലെ ക്വസ്റ്റ്യൻ ഡി, സി ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുവിന് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സ് നോക്കൂ. 3468, 3648, 4368, 4863, 3864. These are to be arranged from largest to smallest. Put a tick mark on the right answer. അപ്പോൾ ഈ നമ്പറിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം, ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതണം. എങ്ങനെയാണ് വരിക മക്കളെ? ഫസ്റ്റ് ഉള്ള നമ്പേഴ്സിൽ ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4863 ആണ്. പിന്നെ 4368, ദെൻ 3864, ദെൻ 3648, 3468. സോ ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ എ, സി ദ പിക്ചർ പാറ്റേൺ. നമുക്ക് താഴെ ഒരു പിക്ചർ പാറ്റേൺ തന്നിട്ടുണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് ടു ദ പിക്ചർ വിച്ച് കം നെക്സ്റ്റ്. അടുത്തത് വരുന്ന പിക്ചർ ഏതാണോ അതിന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ കണ്ട മക്കളെ, ഫസ്റ്റ് സർക്കിൾ വരുന്നത് ഇതാ ഈ ഒരു കോർണറിലാണ്, പിന്നെ ഈ ഒരു കോണിലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിന് തൊട്ടപ്പുറത്തുള്ള ഈ കോർണറിലേക്ക് മാറി, പിന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള കോർണറിലേക്ക് മാറി. അപ്പം നെക്സ്റ്റ് ഇവിടെ വരും, അതിന് തൊട്ടടുത്തുള്ള ഈ കോണിലേക്കായിരിക്കും വരുന്നത്. സോ ഇതാണ് ലാസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ. Activity 4, car race. Meera and Mitra started playing car race on the computer. See the points they got. മീരയും മിത്രയും അവർ കമ്പ്യൂട്ടറിൽ കാർ റേസ് ഗെയിം കളിക്കുകയാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ മീരയ്ക്ക് 495ഉം സെക്കൻഡ് റൗണ്ടിൽ 1805 ആണ് പോയിന്റ്സ് കിട്ടിയത്. മിത്രയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ 515ഉം സെക്കൻഡ് റൗണ്ടിൽ 1685 ആണ് കിട്ടിയത്. ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ എ, ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര പോയിന്റ് കിട്ടി? അപ്പോൾ പോയിന്റ്സ് മീര ഗോട്ട്, മീരയ്ക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് കാണാൻ 495ലേക്ക് 1805 ആഡ് ചെയ്ത് നോക്കിയാൽ മതി. രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ദാ നോക്കിക്കാൻ മക്കളെ 2300 എന്ന് കിട്ടും. ഇനി പോയിന്റ്സ് മിത്ര ഗോട്ട്, മിത്രയ്ക്ക് എത്ര പോയിന്റ്സ് കിട്ടിയെന്നറിയാൻ 515ഉം 1685ഉം രണ്ട് റൗണ്ടിലും കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് 2200 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ബി നോക്കൂ. ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്? മീരയ്ക്കാണോ മിത്രയ്ക്കാണോ?
മീരയ്ക്കാണല്ലേ, മീരയ്ക്ക് 2300 ഇത്രയ്ക്ക് 2200 സോ മീരയ്ക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്. ഹൗ മച്ച് മോർ, എത്ര കൂടുതലുണ്ട് അത് കാണാനായിട്ട് ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. 2300 മൈനസ് 2200, 100 പോയിന്റ്സ് കൂടുതൽ മീരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻ സി, വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ, ഫൈൻഡ് ഇറ്റ് ഫ്രം ഗിവൺ നമ്പേഴ്സ്. നമുക്ക് താഴെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്, അതിൽ നെക്സ്റ്റ് വരുന്ന നമ്പർ ഏതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ പാറ്റേൺ വരുന്നത് 1000, 1200, 1450, 1750 എന്നാണ്. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ റിലേഷൻ എന്താണെന്ന് ആദ്യം എഴുതണം. നമുക്ക് നോക്കാം. 1000ലേക്ക് 200 ആഡ് ചെയ്യുമ്പോൾ 1200 കിട്ടും. പിന്നെ 1200ലേക്ക് 250 ആഡ് ചെയ്യുമ്പോൾ 1450 കിട്ടും. പിന്നെ 1450ലേക്ക് 300 ആഡ് ചെയ്യുമ്പോൾ 1750 കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ 1750ലേക്ക് 350 ആഡ് ചെയ്യേണ്ടി വരും. സോ ദ ആൻസർ വിൽ ബി 2100. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഇതും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എഴുതാം. മീര, ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചർ വെന്റ് ടു പർച്ചേസ് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഫോർ ദ സ്കൂൾ. ദേ ഹാഡ് 5500 റുപ്പീസ്. അപ്പോൾ മീര സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആണ്. മീര അവളുടെ ടീച്ചറോട് കൂടെ സ്പോർട്സ് ക്ലബിലേക്ക് കുറച്ച് സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാങ്ങാനായിട്ട് കടയിലേക്ക് പോയി. അവരുടെ കയ്യിൽ ആകെയുള്ള ക്യാഷ് എന്ന് പറയുന്നത് 5500 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ അവർക്ക് ഓരോ പ്രൈസ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഓരോ ഐറ്റത്തിനും എത്ര പ്രൈസാണ് വരുന്നതെന്ന്. ആദ്യത്തേത് നോക്കൂ, ക്രിക്കറ്റ് ബോളും ബാറ്റും രണ്ടും കൂടെ 1230 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്യാരം ബോർഡിന് 1300 ആണ് വരുന്നത്. ഷട്ടിൽ ബാറ്റ് കോർക്ക് 970 ആണ് വരുന്നത്. ഹെൽമെറ്റിന് 1450 റുപ്പീസ് വരുന്നുണ്ട്. ജേഴ്സിക്ക് 1050 റുപ്പീസും വോളിബോൾ നെറ്റിന് 860 റുപ്പീസും വോളിബോളിന് 1099 റുപ്പീസുമാണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ എ നോക്കൂ, ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. ടോട്ടൽ പ്രൈസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ക്രിക്കറ്റ് ബാറ്റും ബോളും രണ്ടിനും കൂടെ 1230 റുപ്പീസ് ആയിട്ടുള്ളത്. പിന്നെ ഷട്ടിൽ ബാറ്റിനും കോർക്കിനും കൂടെ 970 റുപ്പീസായി. ക്യാരം ബോർഡിന് 1300 റുപ്പീസായി. ടോട്ടൽ കാണാനായിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ റുപ്പീസ് 3500 ആയെന്ന് കിട്ടും. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ഇനി അവരുടെ കയ്യിൽ ബാക്കിയുള്ള എമൗണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 5500 റുപ്പീസ് ആണ്. അവർക്ക് ചിലവായത് 3500 റുപ്പീസ് ആണ്. അപ്പോൾ ബാലൻസ് കാണാനായിട്ട് ഈ 5500ൽ നിന്ന് 3500 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ 2000 ആണ്. സോ അവരുടെ കയ്യിൽ ഇനി ബാലൻസ് എമൗണ്ട് 2000 റുപ്പീസ് ഉണ്ടായിരിക്കും. ഇതിലെ ക്വസ്റ്റ്യൻ സി, വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ. ഇനി അവർക്ക് കൂടുതലായിട്ട് എന്തൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 2000 റുപ്പീസ് ആണ്. അപ്പോൾ ഈ 2000 റുപ്പീസിന് ഉള്ളിൽ ഒതുങ്ങുന്നതേ അവർക്ക് ഇനി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അവർക്ക് വാങ്ങിയത് ക്രിക്കറ്റ് ബാറ്റ് ബോൾ വാങ്ങി, ക്യാരം ബോർഡ് വാങ്ങി, ഷട്ടിൽ ബാറ്റ് വാങ്ങി, ഹെൽമെറ്റ് വാങ്ങി. ഇനി അവർക്ക് ജേഴ്സി, വോളിബോൾ നെറ്റ്, വോളിബോൾ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം വാങ്ങാം. അല്ലെങ്കിൽ ഏതെങ്കിലും വാങ്ങിയാൽ 2000ൻ്റെ ഉള്ളിലാവണം അല്ലേ. അപ്പോൾ ജേഴ്സിയും ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെഴുതാം, ജേഴ്സിയും വോളിബോൾ നെറ്റും കൂടെ വാങ്ങാം. അതല്ലെങ്കിൽ വോളിബോൾ നെറ്റും വോളിബോളും വാങ്ങാം. സോ വോളിബോൾ നെറ്റിന് 860 റുപ്പീസ് ആണ്. വോളിബോളിന് 1099 റുപ്പീസ് ആണ്. ടോട്ടൽ 1959 റുപ്പീസേ ആവുകയുള്ളൂ. അത് 2000 റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പറാണ് അല്ലേ. അപ്പോൾ ഈ കോംബോ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ആക്ടിവിറ്റി 5ലെ ബി ക്വസ്റ്റ്യൻ, ഓണം. ഭാഗ്യ വിത്ത് ഹർ പാരൻസ് വെന്റ് ടു ബൈ ഡ്രസ് ഫോർ ഓണം. ദേ ഹാഡ് 70,000 റുപ്പീസ്. ഭാഗ്യയും അവളുടെ ബ്രദറും കൂടെ അവരുടെ പാരൻസിൻ്റെ കൂടെ എന്ത് ചെയ്തു, ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് 7000 റുപ്പീസ് ആണ്. സോ അവർക്ക് വേണ്ട ഷോപ്പിൽ ഉള്ള സാധനങ്ങളുടെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഷർട്ട് 900 റുപ്പീസ്, പാൻസ് 1050 റുപ്പീസ്, ലാച്ച 1550 റുപ്പീസ്, ചുരിദാർ 1240 റുപ്പീസ്, സാരി 2100 റുപ്പീസ്, ടീഷർട്ട് 950 റുപ്പീസ്. ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ എ, സീ ദ ഡ്രസ് ബോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹർ ബ്രദർ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്. ഭാഗ്യയ്ക്കും അവളുടെ ബ്രദറിനും കൂടെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ താഴെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷർട്ട് 900 റുപ്പീസിൻ്റെ ഒരു ഷർട്ട്, പാൻസ് 1050യുടെ പാൻസ്, ലാച്ച 1550യുടെ ഒരു ലാച്ച. ടോട്ടൽ എത്രയായി? 900 പ്ലസ് 1050 പ്ലസ് 1550. ടോട്ടൽ 3500 റുപ്പീസ് ആയി. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്.
ബാക്കിയുള്ള രൂപ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കയ്യിൽ ടോട്ടൽ 7,000 റുപ്പീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 3,500 റുപ്പീസ് ചിലവായി പോയി. അപ്പോൾ ബാക്കി കാണാൻ 7,000-ൽ നിന്ന് 3,500 മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3,500 എന്ന് തന്നെ കിട്ടും. Question C. They want to buy T-shirt for father and saree for mother. Will the balance money is sufficient? ഇനി അവർക്ക് അമ്മയ്ക്ക് ഒരു സാരിയും അച്ഛനൊരു ടീഷർട്ടും വാങ്ങണം. അപ്പോൾ ഈ ബാലൻസ് ഉള്ള പൈസ കൊണ്ട് അവർക്കത് വാങ്ങാൻ സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവരുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് 3,500 റുപ്പീസ് ആണല്ലേ. ടീഷർട്ടിൻ്റെ വില, അച്ഛന് ടീഷർട്ടിൻ്റെ വില 950 റുപ്പീസ് ആണ്. അമ്മയ്ക്ക് സാരിയുടെ റേറ്റ് 2,100 റുപ്പീസ് ആണ്. സോ ടോട്ടൽ എത്രയാവും മക്കളെ? ആഡ് ചെയ്യുമ്പോൾ 3,050 റുപ്പീസേ ആവുകയുള്ളൂ. അപ്പോൾ 3,500 കയ്യിലുണ്ട്. ടോട്ടൽ 3,050 ഇനി ആവുകയുള്ളൂ. അപ്പോൾ ഇത് സഫീഷ്യൻ്റ് ആണല്ലേ. ഈ പണം തികയും. സഫീഷ്യൻ്റ് എന്ന് വെച്ചാൽ തികയും. ഓക്കെ, അപ്പോൾ സഫീഷ്യൻറ്റിന് ടിക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻസും അത് എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യുക എന്നൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കാനും മറക്കരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യും. അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്